ഹേവേ എന്ന് പറയുന്ന ആമേൻ മഹാപുരോഹിതന്റെ മക്കൾ. അപ്പൻ മഹാപുരോഹിതനാ, പക്ഷെ മക്കൾ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളാ. അപ്പൻ പുരോഹിതനാണെങ്കിലും പറയാൻ ഒരു നല്ല പാരമ്പര്യമുണ്ടെങ്കിലും മക്കൾ ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാതെ ദൈവത്തെ കോപിപ്പിച്ച് ജീവിക്കുന്നവരാ. ഇവർ വന്നിട്ട് ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇവനെ വിട്ടുപോക. അവിടെ ദുരാത്മാവ് ഒരു സാക്ഷ്യം പറഞ്ഞു, പൗലോസിനെ ഞാൻ അറിയും, യേശുവിനെയും അറിയാം, പക്ഷെ നിങ്ങളാരെ എന്നോടിത് പറയാൻ? എന്നിട്ട് ദുരാത്മാവ് അവരെ കീഴടക്കി. പ്രൈസ് ദി ലോർഡ്. ഉണർവ് വെളിപ്പെട്ടപ്പോൾ കതിരും പതിരും തമ്മിൽ വേർതിരിയുക. ഇന്നലെ വരെ ദേശാന്തരികളായ മന്ത്രവാദികളായി ആമേൻ. ഒരു ഭാഗത്ത് പേരുകൊണ്ട് യഹൂദരാ. യഹൂദ എന്ന വാക്കിന് സ്തുതി, നീ യഹൂദൻ എന്ന വാക്കിന് സ്തുതിക്കുന്നവനെന്നും അർത്ഥം. പേരുകൊണ്ട് സ്തുതിക്കുന്നവനാ, പക്ഷെ പ്രവൃത്തി കൊണ്ട് അർത്തമിസ് മഹാദേവിയെ പ്രസാദിപ്പിക്കുന്നവരാ, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരാ. എന്നാൽ ദേശത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിച്ചപ്പോൾ, ദേശത്ത് ആത്മശക്തി വെളിപ്പെട്ടപ്പോൾ ആമേൻ, ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവിടെ കതിരും പതിരും തമ്മിൽ വേർതിരിക്കപ്പെടുവാനിടയായി. ഒരു കൂട്ടത്തിന് മനസ്സിലായി, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവാണ് സത്യം.